ഇല്ല എങ്കിൽ പോലും ശിവഗിരി തീർത്ഥാടനത്തിന് അതാണ് ഒരു പ്രാധാന്യം. ആ പ്രാധാന്യം തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് കുമരകത്തു നിന്ന് പുറപ്പെടുന്ന 13ാമത് പദയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിന് ഇവിടെയുള്ള അനുഗ്രഹ പ്രഭാഷണം നടത്തിയത് ഏറെ ആദരവോടുകൂടി ക്ഷണിച്ചു കൊടുക്കും. രണ്ട് നേരവും കൃത്യമായി പ്രാർത്ഥനയിലേക്ക് പങ്കെടുക്കുകയും അവിടെ ചെന്നതിന് ശേഷമുള്ള ഗുരുനിർമ്മാണങ്ങളെ കണ്ട് അനുഗ്രഹം ഏറ്റുവാങ്ങി അവിടുന്ന് കിട്ടുന്ന ദിവ്യമായ ഗുരുപ്രസാദം നമ്മുടെ ഭവനത്തിലേക്ക് എത്തിക്കുവാനും നിങ്ങൾക്കെല്ലാവർക്കും ജഗദീശ്വരൻ്റെയും ഗുരുതൃപാദങ്ങളുടെയും അതുപോലെ തന്നെ കൈലാസനാഥപുത്രനാകുന്ന 153 നമ്പർ കിഴക്കുംഭാഗം ശാഖയിൽ നിന്നാണ് ഇതിൻ്റെ ബീജാഭാവം ഉണ്ടായത്. അതിനുശേഷം കൃത്യതയോടെ നടന്നു വരുന്ന ഈ ബഹുമാനപ്പെട്ട ശ്രീകുമാരമംഗലം ദേവസ്വത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് AK ജയപ്രകാശ് സാർ അവർ ഏറെ ബഹുമാനപ്പെട്ട നിൽക്കുകയാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും ശ്രീകുമാരമംഗലം ദേവസ്വത്തിന് വേണ്ടി അറിയിക്കുകയാണ്. ഈ പദയാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ശ്രീകുമാരമംഗലം ദേവസ്വം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം ഞങ്ങളാൽ കഴിയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട സമയമല്ലെന്ന് മനസ്സിലാക്കുന്നു. ഈ പദയാത്രയ്ക്ക് പങ്കെടുത്ത് പോയി തിരികെ വരുന്ന എല്ലാവർക്കും ഒരു ഗുരുദേവന്റെ അനുഗ്രഹത്താൽ ഒരു കുഴപ്പവും ഉണ്ടാകാതെ തിരിച്ചു വരട്ടെ. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഗുരുദേവ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഗുരുദേവ പരമ്പനാൻ ശാഖയുടെ ഏറെ ആദരണീയനായ പ്രസിഡന്റ് മനോഹരൻ കുന്നത്തീരെ ഏറെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനിയായ കോട്ടയം സിറ്റിയുടെ ആദരണീയ പ്രസിഡന്റ്, അതുകൊണ്ട് വേദിയിലുള്ള സഹായകത്തിൻ്റെ നിശ്ചിത വ്യക്തികളെ പദയാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. വേദിയിൽ ഒരു ആശംസ പ്രസംഗത്തിൻ്റെ കാര്യമില്ല. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പുണ്യമായ കുമരകത്തു നിന്നും
നാരായണ പരമഗുരുവേ നമഃ. ഡിസംബർ മാസം 24-ാം തീയതി മൂലൂർ ഭവനമായ ഇലവന്തിട്ടയിലെ കേരളവർമ്മ സൗധത്തിൽ നിന്നും 5 മഞ്ഞക്കടകളിൽ തുടങ്ങി വെച്ച അറിവിന്റെ തീർത്ഥാടന പദയാത്ര ഇന്ന് 91ാമത് അറിവിന്റെ തീർത്ഥാടന പദയാത്ര.